മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 22-23 വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് യേശു ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതാണ് ഈ വാക്യം. നമ്മുടെ വിശ്വാസം എന്താണ്, അഥവാ അതിൻ്റെ ആധാരം എവിടെയാണ് എന്ന് അവിടുന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിട്ടാണ് ഈ കൽപ്പന നൽകുന്നത്. ഇതൊരു സ്വാഭാവിക വാഗ്ദത്തമാണെന്ന് കൂടെ മനസ്സിലാക്കണം. ശരിയായ വിശ്വാസത്തെ മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. ദൈവം തന്നെ നൽകിയിട്ടുള്ള വ്യവസ്ഥകൾ, ക്രമങ്ങൾ തുടങ്ങിയവയെ നാം ബഹുമാനിക്കണം. ഉദാഹരണത്തിന്, മഴയും കാറ്റുമൊക്കെ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായി ഭവിക്കാൻ ക്രമീകരിച്ചിരിക്കുന്നതാണ്. എന്നാൽ ചില വേളകളിൽ നമുക്കവ ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുമുണ്ട്. ആ വേളകളിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവയിലുള്ള അനർത്ഥത്തിൽ നിന്ന് സുരക്ഷിതത്വത്തിനായി വിശ്വാസത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും ഉപയോഗിക്കാമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നു. മലയെ നീക്കണമെങ്കിൽ 2 വിധത്തിലാണ് സാധിക്കുക. 1, അതിനെ ചെറുഭാഗങ്ങളായി പൊട്ടിച്ചു നീക്കുക. 2, മലയെ മുഴുവനായി ഇളക്കി കടലിൽ തള്ളുക. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യത്തിന് കടലിൽ ചാടിപ്പോകുവോളം വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് അർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് സംഭവിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. മല എന്ന് പറഞ്ഞിരിക്കുന്നതിനെ അതേ അർത്ഥത്തിൽ തന്നെ കാണാമെങ്കിലും നമ്മുടെ ആവശ്യം മല പോലെ വലിയ ജീവിത പ്രശ്നങ്ങളെ നേരിടുക എന്നതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പർവ്വത സമാന പ്രതിസന്ധികളെ ഭയപ്പെടരുത്. ദൈവത്തിലുള്ള വിശ്വാസം ദൃഢമായിരിക്കട്ടെ. സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കായി വെളിപ്പെടുന്ന ദൈവശക്തി ഏത് വൻമലയെയും നീക്കാൻ പോന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.